നമസ്കാരം. ആരോഗ്യരംഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ സ്വയം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്താൽ മാത്രമാണ് മറ്റുള്ളവരെ കൂടി നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുക. അതേസമയം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കും പറയുന്ന കാര്യങ്ങൾക്കും അമിത പ്രാധാന്യം നൽകുമ്പോൾ അത് വ്യക്തിത്വ വൈകല്യത്തിലേക്ക് നീങ്ങിയേക്കാം. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ്. ആരോഗ്യരംഗം ഇന്ന് ചർച്ച ചെയ്യുന്നത് NPD എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അയ്യന്തോൾ VJ ഇക്കിഗായ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മിനി. മാം നമസ്കാരം. നമസ്കാരം മാം, ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ പലപ്പോഴും നമ്മൾ അങ്ങനെ പറയാം, നമ്മളെ സ്വയം സ്നേഹിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. പക്ഷേ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അത് വലിയൊരു വ്യക്തിത്വ വൈകല്യത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എന്താണ് ഈ NPD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? NPD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് പേഴ്സണാലിറ്റി, അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, അതിൽ വരുന്ന ചില വൈകല്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തികൾ അവരെ തന്നെ ഒരുപാട് അമിതമായി സ്നേഹിക്കാൻ തുടങ്ങും. ഓവറായിട്ടുള്ള ഒരു സെൽഫ് ലവ് ഇവരിൽ കാണപ്പെടും. അങ്ങനെ ഒരു ചിന്ത മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ എല്ലാത്തിലും ശ്രേഷ്ഠനായി നിൽക്കുന്നത് ഞാൻ തന്നെയാണ്, എനിക്ക് യാതൊരു പോരായ്മകളും ഇല്ല, എനിക്ക് ശരികൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വ്യക്തി എത്തുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ചിന്ത പലപ്പോഴും സമൂഹം അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കൂടെ നിൽക്കുന്നവരെ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങുമ്പോൾ ആ ഘട്ടത്തിലാണ് ഇദ്ദേഹം ഒരു രോഗിയാണെന്നുള്ള തിരിച്ചറിവ് സമൂഹത്തിന് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പറയുമ്പോഴായിരിക്കും അദ്ദേഹം എഗെയിൻസ്റ്റായിട്ട്, അതായത് വളരെ വിപരീതപരമായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങും. ഇത്തരത്തിൽ വരുന്ന വ്യക്തിത്വത്തിലുണ്ടാകുന്ന ഒരു പോരായ്മയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ളൊരു അമിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു വ്യക്തി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളുമായിട്ടാണ് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് കുട്ടിക്കാലത്ത് ഒരു കുട്ടി അമിതമായിട്ട് ലാളിക്കപ്പെടുകയാണെങ്കിൽ, അതായത് കുട്ടി ചെയ്യുന്ന തെറ്റുകളെല്ലാം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അത് അത്രയധികം കെയർ കൊടുക്കാതെ കുട്ടിക്ക് ലാളനം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, കുട്ടി വലുതായി വരുന്ന ഒരു സ്റ്റേജിൽ ഒരിക്കലും വിമർശനങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരു കുട്ടിയെ എപ്പോഴും വിമർശിച്ച് എപ്പോഴും ശാസിച്ചാണ് ഒരു രക്ഷിതാവ് വളർത്തുന്നതെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ എപ്പോഴും എല്ലാ ചിന്തകൾക്കും എതിരായിട്ടായിട്ടും പ്രവർത്തിക്കുക. അങ്ങനെ വരുമ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജനറ്റിക്കലായിട്ടുള്ള കാരണങ്ങളെ കൊണ്ടും ഒരു വ്യക്തിക്ക് NPD ഉണ്ടാകാം. അതായത് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്കും അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിമർശനങ്ങളെ വല്ലാതെ എതിർത്ത് പോകുന്ന ഒരു പാറ്റേണും അങ്ങനെയാണ് ആ കുട്ടി വളർന്നു വന്നിട്ടുള്ളതെങ്കിലും ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു മാനസികാവസ്ഥ സ്വയം തിരിച്ചറിയാൻ പറ്റാത്തതാണ് അത് തിരുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വയമായിട്ടത് ലക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ട് എന്താണ് മാം? ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ആദ്യം കാണിക്കുന്നത് അവരോട് തന്നെ അമിതമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരിക്കും. പല സന്ദർഭങ്ങളിലും ഇവരുടെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവരോട് വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് പറയും. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. അതായത് സഹജീവികളോട് ഒരിക്കലും സഹാനുഭൂതി ഉണ്ടായിരിക്കില്ല. പിന്നെ ഇവർ മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ എപ്പോഴും പ്രശംസയും അഭിനന്ദനങ്ങളും ആവശ്യമായിരിക്കും. ഇതിന് എന്തെങ്കിലും കുറവ് വന്നാൽ ഇവരുടെ നേച്ചർ വളരെയധികം വയലൻസ് നിറഞ്ഞതായി മാറും. അപ്പോൾ പിന്നെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇവർ എപ്പോഴും ആത്മവിശ്വാസം പ്രദർശിപ്പിക്കുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും.
ഒരിക്കലും ഇവർക്ക് പരാജയങ്ങളെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ വിമർശനങ്ങളെ സ്വീകരിക്കാനോ ഇവർക്ക് സാധിക്കില്ല. അങ്ങനെയെല്ലാം വരുന്ന ഘട്ടങ്ങളിലാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി തിരിച്ചറിയപ്പെടുന്നത്. ഇപ്പോൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായിട്ട് ഈ ഒരു അവസ്ഥ കാണുന്നത്? ഈ അവസ്ഥ കൂടുതലും കാണപ്പെടുന്നത് പുരുഷന്മാരിലാണ്. സ്ത്രീകളിലുണ്ട്, എന്നിരുന്നാലും പുരുഷന്മാരിലാണ് കമ്പാരറ്റീവ്ലി ഇത് കൂടുതലായിട്ട് വരുന്നത്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യം കാണുമ്പോൾ അതിൽ എന്താണ് ഒരു വ്യത്യാസം സ്ത്രീകളിലും അതായത് പുരുഷന്മാരിലാണ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം വരുന്നതെങ്കിൽ അവരിൽ ആധിപത്യം സ്ഥാപിക്കാനും അധികാരം സ്ഥാപിക്കാനുമുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ ഇവരൊരിക്കലും വിമർശനങ്ങളെ കൃത്യമായിട്ട് ആ ഒരു സെൻസിലെടുക്കില്ല. വിമർശിക്കുന്നവരെ സൈലൻ്റ് ആക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇത്തരത്തിലുള്ള ആളുകളിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇത് നേരെ മറിച്ച് സ്ത്രീകളിലാണ് ഈ NPD ഉണ്ടാകുന്നതെങ്കിൽ സ്ത്രീകൾ കുറച്ചുകൂടെ അത്ര സിവിയറായിട്ട് സ്ത്രീകളിൽ അങ്ങനെ കാണപ്പെടാറില്ല, എന്നാലും അങ്ങനെ കാണുന്ന അവസരങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സ്ത്രീകളിലാണിത് വരുന്നതെങ്കിൽ അവർക്ക് അവരുടെ സൗന്ദര്യത്തിൽ അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും. എനിക്കാണ് ഏറ്റവും അധികം സൗന്ദര്യം, മറ്റുള്ള ആളുകളെല്ലാം എന്നെ വെച്ച് നോക്കുമ്പോൾ വളരെ പുറകിലാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും. പിന്നെ അതുപോലെ ഇവർക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കളോട് അമിതമായിട്ടുള്ള ഒരു ഭ്രമം ഉണ്ടായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ വരുന്ന വേദനാജനകമായിട്ടുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് അവർക്ക് ഒരു ആളുകളെ വശീകരിക്കാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. മറ്റുള്ളവരുടെയൊക്കെ ഒരു ശ്രദ്ധ കിട്ടണം എന്നുള്ള ഒരു നേച്ചറായിട്ട് മാറുകയാണോ? അതെ, ഇപ്പോൾ ഒരു നല്ല തിരക്കുള്ള ഒരു സദസ്സിലാണെങ്കിൽ എല്ലാവരുടെയും അട്രാക്ഷൻ്റെ സെൻറ്റർ പോയിൻ്റ് ഞാനായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ പൊതുവേ പെരുമാറാറുള്ളത്. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി കാണാനായിട്ടുള്ള സാധ്യത വരും. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിലും വരുന്ന ഒരു മാറ്റം അത് പേഴ്സണൽ ലൈഫിനെ ആയാലും അല്ലെങ്കിൽ ഒഫീഷ്യൽ ലൈഫിനെ ആയാലും വലിയ രീതിയിൽ ബാധിക്കുന്നില്ലേ? ബാധിക്കും. അതായത് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു ഒഫീഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനോട് ഒട്ടും സഹകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ടീം വർക്ക് ഇവരെ സംബന്ധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പരാജയങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ബിസിനസ്സിലായാലും എന്തിലേർപ്പെട്ടാലും ഇവർക്ക് പരാജയങ്ങളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയില്ല. അപ്പോൾ അവർ പലപ്പോഴും ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ വിമർശനങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടും ഹൈലി ഡിപ്രഷനിലേക്ക് കടക്കാനും അതുപോലെ ഹൈ ആങ്സൈറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം വേണം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന പോയിന്റ് എപ്പോഴാണ്? അതായത് ഇവരിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു വരുമ്പോൾ തന്നെ ഇവരുടെ കൂടെ ഉള്ള ഒരു കുടുംബാംഗങ്ങൾക്കാകാം, അല്ലെങ്കിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുപാടുകളിൽ ഇവരുമായി നല്ല കണക്ഷനുള്ള ആളുകൾക്ക് ഇത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി കാണുമ്പോൾ അവർക്ക് അങ്ങനെ എന്താണ് ഇങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്യുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരിൽ നല്ല രീതിയിൽ തന്നെ ഒരു എഗ്രഷൻ, അതായത് ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ഇവർ കാണിക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ കളവുകൾ പറയാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടായിരിക്കും. പിന്നെ മറ്റുള്ളവരെ ഒരു ഭീഷണിപ്പെടുത്താനും അങ്ങനെയുള്ള ഒരു പ്രകൃതിയായിരിക്കും ഇവർ കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ കൂടെ അവരുടേതായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന പലരും ഇവരെ ഭയക്കാൻ തുടങ്ങും. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിലായിരിക്കും ഇവരോട് ബന്ധപ്പെട്ട ആളുകൾ ഒരു തെറപ്പിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് തീരുമാനിക്കാനൊക്കെ കൊണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുമ്പോൾ അത് ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ലേ? തീർച്ചയായിട്ടും ഇവർ ഇങ്ങനത്തിലുള്ള ഒരു സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഇവർ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർക്കൊരിക്കലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായാലും ഒഫീഷ്യലി ആയാലും എന്തിലായാലും വളരെ നമ്മൾ പറയുന്ന ദൃഢമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല.
അതിപ്പോൾ കൗമാരക്കാരിലാണെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ അവർക്ക് ഒരു ഗുഡ് ഇമേജ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പ്രായമാണ് കൗമാരപ്രായം. അപ്പോൾ ആ പ്രായത്തിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു നല്ലൊരു ഇമേജ് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായി കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇവരുടെ ഇത്തരത്തിലുള്ള പ്രകൃതി കാണുമ്പോൾ തന്നെ മറ്റുള്ള ആളുകൾ ഇവരിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. പലപ്പോഴും പരാജയങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെ അവരുടെ മാനസിക തലങ്ങളെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഒരു തോൽവി സംഭവിക്കുമ്പോൾ അത് സമ്മതിക്കാതിരിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ലേ? ഉണ്ട്. അവരിൽ കൂടുതലായിട്ടും ഇവർക്ക് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഇല്ലാതെ പല റിലേഷൻഷിപ്പും ഇടയിൽ വെച്ച് കട്ടായി പോകുമ്പോൾ ഇവരിലത് ഡിപ്രഷൻ ഉണ്ടാക്കും. ഇവർ മറ്റുള്ളവരെ നന്നായി ഒബ്സർവ് ചെയ്യും. അപ്പോൾ അവർക്കെല്ലാം നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് എനിക്കില്ല? ഇത് ഇവരിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒരു ഘട്ടം കഴിയുമ്പോൾ വളരെയധികം നമ്മളുടെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിൽ വന്ന് അവർക്ക് ഡെയിലി കാര്യങ്ങൾ, അതായത് ഒരു നോർമൽ ആളുകൾ ചെയ്യുന്ന പോലെ ഡെയിലിയുള്ള വർക്കുകൾ, അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് അവരിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാക്കാം. അതുപോലെ ഇൻഡൈജക്ഷൻ, ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ദഹിക്കാത്തൊരവസ്ഥയുണ്ടാവും. അവർക്ക് ഉറക്കക്കുറവുണ്ടാവും, വിട്ടുമാറാത്ത തലവേദന ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മസിൽ പെയിൻ, ഇങ്ങനെയുള്ള ബയോളജിക്കലായിട്ടുള്ള ഒരുപാട് സിംറ്റംസ് ഇവർ കാണിക്കാൻ തുടങ്ങും. ഇപ്പോൾ പലപ്പോഴും ഈ ഒരു കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുമ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവർക്ക് ആദ്യമായി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തെറപ്പികളാണ് ഇവർക്ക് ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ളത്. അതിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൽ ഏറ്റവും അധികം അപ്ലിക്കബിളായിട്ട് വരുന്നത്. അതായത് ഇത്തരത്തിലുള്ള വ്യക്തികളിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ആ നെഗറ്റിവിറ്റികളെ, അതായത് തെറ്റായ അവരുടെ ബോധ്യങ്ങളെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള തെറാപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതുപോലെ തന്നെ സ്പിരിച്വൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന വേറൊരു ട്രീറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. അതായത് ഇവരിലേക്ക് അല്പം ഈശ്വരാംശത്തോടു കൂടിയിട്ടുള്ള ചിന്തകളെ വളർത്തുന്നതിന് സഹായിക്കത്തക്ക രീതിയിൽ ഇവരുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് സ്പിരിച്വൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുമായിട്ട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക, ഇവരെക്കുറിച്ച് തന്നെ ഒരു ബോധ്യം വരുത്തുക, എന്താണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം വരുത്തുക. പിന്നെ അതുമാത്രമല്ല, ഇവരുടെ ചില പെരുമാറ്റങ്ങളെ കൊണ്ട് മറ്റുള്ളവർ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്, അത് അവർക്കെല്ലാം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അതുപോലെ എന്താണ് ഇവർക്ക് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതും കൂടെ ഇതിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇനി ഇതിലെല്ലാം അല്ലാതെ ഇത് അത്രയും ഹൈ ലെവലിൽ NPD ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സയും മെഡിക്കേഷനും ആവശ്യമായിട്ട് വരും. അപ്പോൾ കൂടുതലായിട്ടും ഇന്ന് ഇത്തരം രോഗികൾക്ക് കൊടുക്കുന്നത് ആൻറ്റി ഡിപ്രസീവായിട്ടുള്ള മെഡിസിൻസും അതുപോലെ ആൻറ്റി ആങ്സൈറ്റി മെഡിസിൻസുമാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കൗൺസിലിംഗ് പോലെ നടത്തിക്കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? അത് രോഗാവസ്ഥയുടെ തീവ്രത അനുസരിച്ചിട്ടാണ്. ചിലത് കൗൺസിലിങ്ങിലും തെറാപ്പിയിൽ കൂടെ സുഖപ്പെടും, ചിലത് ഔഷധങ്ങളെ കൊണ്ട് മാത്രം സുഖപ്പെടുന്നതുണ്ട്, ചിലത് ഇപ്പോൾ അവർക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൂടെ സുഖപ്പെടുത്താം. ഇങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് ഒരു അസോസിയേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥയിൽ നിന്ന് ഒരു മുക്തി ആളുകൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥ അത് സ്വാഭാവികമായിട്ടൊരു സ്വഭാവ രീതിയാണ് എന്ന് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സങ്കീർണത എന്തായിരിക്കും? ഒരു ഘട്ടമെത്തുമ്പോൾ ഈ വ്യക്തിക്ക് നോർമലായിട്ടുള്ള ഒരു ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. കാരണം ഇവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും, ഇവർക്ക് ബന്ധങ്ങളില്ലാതിരിക്കും, ഇവരുടെ വരുമാനത്തിൽ അത് വളരെയധികം കുറവ് വരുത്തും. അതുപോലെ തന്നെ ഇവർക്ക് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരിക്കില്ല.
മാത്രമല്ല ഒരിക്കലും ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ ജീവിതം അങ്ങനെ മാറി മറിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇവർ അക്രമാസക്തരാകാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പോലെ തന്നെ സ്വയം ഉപദ്രവിക്കപ്പെടാനുള്ള സാധ്യത ഇവരിലുണ്ടായിരിക്കും. എപ്പോഴും ഒരു നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഡയറ്റും ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ? അതായത് ഒരു വ്യക്തിയിലെ നല്ല ചിന്തകൾ വരുത്തുവാനായിട്ട് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഡെയിലി മീൽസിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ്, അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് മത്സ്യങ്ങളിൽ കൂടെയും അതുപോലെ ഫ്ലാക്സ് സീഡ്സ് അങ്ങനെയുള്ള ഐറ്റത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇവരിൽ ചിന്താഗതികൾക്ക് മാറ്റം വരും. അതുപോലെ തന്നെ ഈ ആൻറ്റി ഓക്സിഡൻസും ഇതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് കിട്ടുവാനായിട്ട് നമ്മൾ പച്ചക്കറികളും ഫ്രൂട്ട്സും അത് പഴവർഗ്ഗങ്ങളെല്ലാം നന്നായി കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത്, ഒരു 8 അല്ലെങ്കിൽ 10 ഗ്ലാസ് വെള്ളം ദിവസം കുടിക്കുന്നതും, അതേപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവരുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതായത് കഫീൻ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അതായത് കോഫി, ചോക്ലേറ്റുകൾ, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ്, അങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇവരുടെ മെനുവിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പഞ്ചസാര, വൈറ്റ് ഷുഗറും അതുപോലെ ഷുഗറി സ്നാക്സും, പഞ്ചസാര അടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം ഇവരുടെ മെനുവിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യക്തിത്വം കാണിക്കുന്നവരുടെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥയും പരിഗണിക്കേണ്ടത് തന്നെയാണ്. കാരണം അവർക്കും അത് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി NPD ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റും തെറാപ്പികളും കൊടുക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹവുമായിട്ട് അടുപ്പം പാലിക്കുന്നവർക്കും കൗൺസിലിങ്ങും തെറാപ്പികളും കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ അച്ഛനാണ് ഇങ്ങനെ ഒരു NPD പേഷ്യൻ്റ് ആയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വൈഫിനും കുട്ടികൾക്കും തെറാപ്പിയും കൗൺസിലിങ്ങും പ്രൊവൈഡ് ചെയ്യണം. കാരണം ഇദ്ദേഹവുമായിട്ട് ജീവിക്കുമ്പോൾ ആ ട്രോമയിലാണ് അവരും ആ സിറ്റുവേഷൻ ജീവിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരും ഒരു വൈദ്യസഹായത്തിന് വിധേയരാകേണ്ടത് അത്യാവശ്യമാണ്. ഏത് ഘട്ടത്തിലാണ് മാം മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്നത്? മെഡിസിൻസ് എപ്പോഴും ഇവരുടെ വയലൻസ് കൂടുക, അതുപോലെ ഇവരിലുള്ള ഡിപ്രഷൻ കൂടുക, മറ്റുള്ളവരെ ഒട്ടും കൺസിഡർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ ഒരു ഘട്ടത്തിൽ ഇവർ വല്ലാത്ത സന്തോഷം കണ്ടെത്തും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർക്ക് തീർച്ചയായിട്ടും മെഡിസിൻസ് കൊടുക്കേണ്ടത്. അതായത് ഇവരിലൊട്ടും ഒരു റിഗ്രഷൻ, അതായത് ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം, ഇതൊന്നുമില്ലാതെ ഇവർ പെരുമാറാൻ തുടങ്ങും. അപ്പോഴൊക്കെ തീർച്ചയായിട്ടും ഇവർക്ക് മെഡിസിൻസ് കൊടുക്കേണ്ടതുണ്ട്. സാധാരണ ഇപ്പോൾ വീട്ടമ്മമാരിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി സ്ത്രീകളിൽ കുറവാണെന്ന് മാം പറഞ്ഞു. വീട്ടമ്മമാരിൽ സാധാരണ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കണ്ടുവരാറുണ്ടോ? വീട്ടമ്മമാരിൽ നോർമലി ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്ന വീട്ടമ്മമാരിൽ ഇത്ര ഒരു NPD കണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പലപ്പോഴും അവരുമായിട്ടും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഒരു ഗ്രാമീണയായിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് പലപ്പോഴും അവരുടെ നിലനിൽപ്പിനേക്കാൾ കൂടുതൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പാണ് അവർ ആഗ്രഹിക്കുക. അങ്ങനെ വരുമ്പോൾ വീട്ടമ്മമാരിൽ ഗ്രാമീണരായിട്ടുള്ള ആളുകളിൽ ഇത് കുറവാണ് കണ്ടുവരാം. വളരെ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ജീവിക്കുന്ന ചില ആളുകളിൽ ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കാണാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം, എങ്കിൽ ആണ് നമുക്ക് എനർജറ്റിക്കായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ സ്വയം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനും ഒരു പരിധിയുണ്ട് അല്ലേ മാം? അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു സ്വയം അംഗീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയണം. പക്ഷെ അതിൻ്റെ പരിധി കൂടുന്നത് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്? സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക, അതുപോലെ നമ്മളെ ബന്ധങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത്.
പക്ഷേ NPD ഉള്ള വ്യക്തികൾ അത്തരത്തിൽ അവരുടേതായ കഴിവുകളെ ഒന്നിനെയും വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കില്ല. അതുപോലെ അവരുടെ ബന്ധങ്ങളെ ദൃഢമാക്കാൻ അവർ ശ്രമിക്കില്ല. പകരം അവരെപ്പോഴും അഭിനന്ദനങ്ങളും പ്രശംസകളല്ലാതാണ് ആഗ്രഹിക്കുക. അപ്പോൾ അത് കിട്ടാതെ വരുന്ന സമയത്താണ് ഇവരിലുള്ള രോഗലക്ഷണങ്ങൾ കുറച്ചും കൂടെ പുറത്തേക്ക് വന്ന് അത് മറ്റുള്ളവർക്കും കൂടെ ഹാനികരമായിട്ട് മാറുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കണം. അത് നമ്മുടെ വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റ്സിനൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ ഒരിക്കലും നമ്മളുടെ കുറവുകളെ ന്യായീകരിക്കാൻ പോവുക, അതുപോലെ നമ്മളുടെ കുറവുകളെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി കളവുകൾ പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ സ്വയമുള്ള സ്നേഹം അപകടകരമായിട്ട് മാറുന്നത്. വ്യായാമം അത് നമ്മുടെ ഏതൊരു മാനസികാവസ്ഥയ്ക്കായാലും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കായാലും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വ്യായാമം ഇത് സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഇത്തരത്തിലുള്ള പേഷ്യൻസിന് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് സിമ്പിൾ എക്സസൈസുകളാണ്. അതായത് ബ്രീത്തിങ് എക്സസൈസുകൾ, അതുപോലെ നെക്ക് റൊട്ടേഷൻ, ആം റൊട്ടേഷൻ, അങ്ങനെയുള്ള ആയാസകരമല്ലാത്ത രീതിയിലുള്ള വ്യായാമങ്ങളാണ് ഇത്തരത്തിലുള്ള രോഗികൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ NPD എന്ന് പറഞ്ഞു, അപ്പോൾ അത് വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നവർക്ക് ഇപ്പോൾ സ്വയം ബോധ്യമായി കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ഇല്ലാതെ തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് അതിൽ നിന്ന് മാറാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഒരിക്കലും NPD എന്നുള്ള രോഗാവസ്ഥ ഉണ്ടായാൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം കൂടാതെ രോഗത്തിൽ നിന്ന് മുക്തി ഒരിക്കലും ലഭിക്കില്ല. ആ ഒരു എന്താ പറയുക, പുറത്തു നിന്നൊരു പിന്തുണ എപ്പോഴും ഇവർക്ക് അത്യാവശ്യമായിരിക്കും. പിന്നെ ഒരു തെറാപ്പിയുടെയൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരിൽ അല്പാൽപമായിട്ടാണ് ഇവരുടെ നിലവിലുള്ള സ്റ്റേജിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവുക. ഗ്രാജുവൽ പ്രൊസീജിയറിൽ കൂടെ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും. ജനറ്റിക് ആയിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഇത് നേരത്തെ മനസ്സിലാക്കി കുട്ടികളെ ആ രീതിയിലേക്ക് വളർത്താതെ ശ്രദ്ധിക്കണം. അതായത് അവർക്ക് മതിയായ ശാസനവും അതുപോലെ മതിയായിട്ടുള്ള അഭിനന്ദനങ്ങളും ഒരുമിച്ച് കൊടുക്കണം. ഒന്നുകിൽ ശാസന മാത്രം, അല്ലെങ്കിൽ അഭിനന്ദനം മാത്രം, അല്ലെങ്കിൽ ലാളനകൾ മാത്രമല്ല, അവരെ കാര്യകാരണ സഹിതം വളരെ റേഷണലായിട്ട് വളർത്തണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഭക്ഷണത്തിൽ ഒരുപാട് ജങ്ക് ഫുഡ്സ്, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ്, ഒരുപാട് മധുരം കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് വളരെയധികം കുറയ്ക്കണം. അതെല്ലാം വല്ലപ്പോഴും ഒരിക്കൽ മാത്രം എന്നുള്ള രീതിയിൽ രക്ഷിതാക്കൾ അതിനുവേണ്ടി ഒരു പ്ലാൻ ചെയ്യണം. അല്ലാത്ത പക്ഷം ഈ വക സാധ്യതകൾ, ഹോർമോണലായിട്ടുള്ള ഒരു ഇംബാലൻസ്, ഇതെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണവും ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വ വൈകല്യത്തിന് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണ രീതി ഉണ്ട്. നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ ഭക്ഷണ രീതി ആ രാജ്യത്തിലെ കാലാവസ്ഥയുമായിട്ട് വളരെയധികം ഗണ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മുടേതായിട്ടുള്ള കാലാവസ്ഥകളിൽ ഒരിക്കലും ഈ ജങ്ക് ഫുഡ്സ്, അതായത് ഒരുപാട് സോസുകൾ, ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരിക്കലും യോജിച്ചതല്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ അത് നമ്മളുടെ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ, അതായത് ഹോർമോണിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളിൽ മിക്കവാറും ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ വളരെയധികം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് കുട്ടികൾ ഒട്ടും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു കാലഘട്ടം, അതായത് അവരുടെ കൗമാരത്തിൽ അവർ ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ യൗവനകാലം എത്തുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു വർക്ക് പ്ലേസിൽ അവരവരുടെ ഉപജീവന മാർഗം കണ്ടെത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അങ്ങനെ വരുമ്പോൾ അവരിൽ ഹൈ ആയിട്ടുള്ള ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം വരികയും അവരിൽ വയലൻസിൻ്റെ ഒരു പ്രകൃതി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സഹായം തേടേണ്ടത് അനിവാര്യമാണ്. അതെ.
ഓക്കെ മാം, അപ്പോൾ നമ്മുടെ സമയം ഇന്ന് ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് NPD എന്ന വിഷയത്തെക്കുറിച്ചാണ്. പലപ്പോഴും പല ആളുകൾക്കും ഇത്തരത്തിലുള്ള മാനസിക അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.